Hello friends, welcome to the channel. We will talk about budget range neckband. A COSTAR Indian brand neckband. Mateband N300 model in the box. We have a light reflection in the box. Then market price magnetic earbud autoplay post OnePlus band bass model box packaging white color Bluetooth 5.0 hands-free calls voice assistant IPX5 type-C port overall packaging sealed package quality black color channel subscribe bell icon press notification Instagram and Facebook link description channel Amazon check out some comment പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് ഇതിൽ 24-hour ബാറ്ററി ലൈഫ് എന്നൊക്കെ പറയുന്നുണ്ട് ഫുൾ ടൈം ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിൽ ബാസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് 10mm ഡ്രൈവറാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റാർ എന്ന ബ്രാൻഡിന്റെ ബോക്സ് വരുന്നത് വൈറ്റ് ബോക്സ് ആണ് ബ്ലൂടൂത്ത് ഇയർഫോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് Mateband N300 എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവരുടെ മോഡൽ നെയിം ബ്ലൂടൂത്ത് 24-hour കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ നേരത്തെ പറഞ്ഞ ബാസ് ബൂസ്റ്റ് അതുപോലെ തന്നെ മാഗ്നറ്റിക് ഇയർബഡ് ആണ് 24-hour ബാറ്ററി ലൈഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് MRP ഞാൻ പറഞ്ഞല്ലോ 1999 രൂപയ്ക്കാണ് പക്ഷേ 600 രൂപ 550 രൂപ റേഞ്ചൊക്കെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ലേറ്റ് ആക്കണ്ട നമുക്കിത് ഓപ്പൺ ചെയ്യാം സീല് ഓക്കെ ഔട്ടർ ലെയറിൻ്റെ ബോക്സ് കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിൽ നമുക്ക് എക്സ്ട്രാ ഇയർബഡ് വരുന്നുണ്ട് ഒരു ചാർജിങ് കേബിൾ Type-C വരുന്നുണ്ട് അയ്യോ പോയി പോയി ഇതിൻ്റെ നെക്ക് ബാൻഡിൻ്റെ ക്വാളിറ്റി ഒരു ആവറേജ് തന്നെ പറയുള്ളൂ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് വരുന്ന ഒരു സ്പോർട്സ് ബാൻഡ് സ്റ്റൈലാണ് കേട്ടോ കണ്ടു ഇതൊക്കെ ഭയങ്കര കട്ടിയാണ് ഇതിനൊക്കെ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂ കാണുമ്പോൾ ഒരു കുറച്ച് കുതിര പോലെ തോന്നുന്നുണ്ട് ഇവിടെ ബാസിന് ഡെഡിക്കേറ്റഡ് ബട്ടണൊക്കെ ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ല പിന്നെ ഇവിടെ ഇത് അത്യാവശ്യം നല്ല കേബിൾ തന്നെയാണ് കുഴപ്പമില്ലാത്ത കേബിൾ ഇത് നോർമൽ കേബിളാണ് ഫ്ലാറ്റ് കേബിൾ അല്ല ഇവിടെ കോസ്റ്റാർ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇത് മാഗ്നറ്റിക് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുഴപ്പമില്ലാത്ത മാഗ്നറ്റ് ഉണ്ട് ഇതൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെറ്റലാണ് പക്ഷേ ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് ആണ് പക്ഷേ ഇതിൻ്റെ ഈ ഏരിയ ഒക്കെ കുറവാണ് കേട്ടോ കുഴപ്പമില്ലാത്ത ഡിസൈനാണ് പക്ഷേ കുറച്ചും കൂടി ക്വാളിറ്റി ആക്കാറണമെന്ന് എനിക്ക് തോന്നി എന്തായാലും നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം അധികം വെയിറ്റ് ആക്കാണ്ട് തന്നെ സൗണ്ടാണല്ലോ നമ്മുടെ ഇയർഫോണിൻ്റെ ഒക്കെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ നമുക്കതിലേക്ക് പോവാം ഞാൻ അതിൽ ബ്ലൂടൂത്ത് ഓൾറെഡി ഓണാണ് നമ്മുടെ മാക്സ് അതിൽ ഓൾറെഡി ഇപ്പോൾ കണ്ടായിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഡിസ്കണക്ട് ഇനി നമുക്കിത് ആക്കണ്ടേ ഇത് ഓണാക്കാം പിന്നെ ബട്ടണൊന്നും ഇല്ലാവോ ഓക്കെ സെർച്ച് ചെയ്യാം നമുക്ക് നോർമലി വരേണ്ടതാണ് ഇതിൽ പക്ഷെ എനിക്ക് ലൈറ്റൊന്നും കാണാനില്ല കേട്ടോ ലൈറ്റിൻ്റെ സംഭവമൊന്നും ഇതിൽ കാണാനില്ല വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് ഓൺ ഓഫ് ആവാതിരിക്കാൻ ചാൻസ് അത് ഓഫാണ് നമുക്കിതിൽ ഓൺ ഓഫ് ബട്ടൺ ഇത് സെൻറ്റർ ബട്ടൺ അമർത്തി പിടിച്ചാൽ മതി അപ്പോൾ ഗ്രീൻ കത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം ഇതപ്പോൾ പെയറിംഗ് മോഡിലേക്ക് പോയിട്ടുണ്ട് വരട്ടെ വന്ന് കോസ്റ്റാർ Mateband N300 എന്നൊരു മോഡൽ വന്നു കേട്ടോ അപ്പോൾ പെയറിംഗ് ഓക്കെ യെസ് 100% കാണിക്കുന്നുണ്ട് ഇതിലും നമുക്ക് ഹൈ എൻഡ് ക്വാളിറ്റി സംഭവം സപ്പോർട്ടൊന്നുമില്ല അത് പ്രതീക്ഷിക്കാനും പറ്റില്ല നമ്മുടെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു ഇയർബഡ് ആണല്ലോ അല്ലെ നോർമൽ ഇയർബഡ് എന്ന് പറയുമ്പോൾ അല്ലേ നെക്ക് ബാൻഡ് ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം വീഡിയോ ആണല്ലേ നമ്മൾ ആക്ച്വലി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇത് സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു ബാസും നല്ല ബാസുണ്ട് ഒരു പറഞ്ഞ പോലെ തന്നെ ബാസ് ബൂസ് സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഒരു ആവറേജ് ആണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വോയിസ് കട്ടാവുന്നുണ്ട് അതെനിക്ക് നമ്മൾ ആക്ച്വലി ഒന്നാമത് നിങ്ങൾ ഇത് അധികം ദൂരം വെച്ചിട്ട്
ഫോൺ അധികം ദൂരം വെച്ചിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഇങ്ങനത്തെ മോഡലൊന്നും വാങ്ങിക്കുന്നത് വെച്ചാൽ എല്ലാം ബഡ്ജറ്റ് റേഞ്ച് ആണല്ലോ. പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. വോയിസ് കോൾസിന് ഞാൻ റെക്കമെൻഡ് തീരെ ചെയ്യില്ല കേട്ടോ. അതും ഇടയ്ക്കിടയ്ക്ക് നല്ല എന്താ പറയുക ഡിസ്കണക്ഷൻ വരുന്നുണ്ട്. ഡിസ്കണക്ഷൻ അല്ല, വോയിസ് കട്ടാവുന്നുണ്ട്. സോങ്സും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ 2-3 വട്ടം പേരും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, എന്നിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇടയ്ക്ക് 2 വട്ടമൊക്കെ വോയിസ് കട്ടാവുന്നുണ്ട്. ഇപ്പോഴും ഞാൻ വോയിസ് കേൾപ്പിക്കുന്നില്ല. സൗണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പാട്ട് കേൾക്കാനൊക്കെ നല്ലതാണ്. കണ്ണുമൂട്ടി വാങ്ങിക്കാൻ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കോൾസിനും വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും പറയില്ല വാങ്ങിക്കാൻ. പിന്നെ അധികം കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. 550-600 രൂപയല്ലേ ഉള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു ബ്രാൻഡ് വാങ്ങിയായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ ഒരു സെക്കൻഡറി ആയിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ വേണമെങ്കിൽ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആവറേജ് അത്രേ ഉള്ളൂ. ആവറേജ് ഒരു ബിലോ ആവറേജിൻ്റെ ഇടയിൽ നിൽക്കുവാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി മ്യൂസിക്കിന് കൊള്ളാം. ബാക്കിയെല്ലാം ഒരു ബിലോ ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ചാർജിങ് ആയാലും ചാർജിങ് നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം ടെസ്റ്റ് ചെയ്ത് നോക്കി, ചാർജൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ബിൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വയറിലൊക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ഓവറോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.